പ്രോബ്ലംസ് ആണ് ഈ പെർമ്യൂട്ടേഷൻസിൻ്റെ ആ ചാപ്റ്ററിനകത്തിൽ. നമുക്ക് 3 പെർമ്യൂട്ടേഷൻ ഇവിടെ തന്നിട്ടുണ്ട്. സിഗ്മ, ടോ, മ്യൂ. കമ്പ്യൂട്ട് ദി എക്സ്പ്രഷൻസ് ഷോൺ ഫോർ ദി പെർമ്യൂട്ടേഷൻ സിഗ്മ, ടോ ആൻഡ് മ്യൂ ഡിഫൈൻഡ്. ഓക്കെ, ഓർഡർ ഓഫ് സിഗ്മ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർഡർ ഓഫ് സിഗ്മ കണ്ടുപിടിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കുന്നു. സിഗ്മ സ്ക്വയർ കണ്ടുപിടിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സിഗ്മ 2 പ്രാവശ്യം എഴുതുക. അപ്പം 2 പെർമ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അതിലെ വലത്തെ പെർമ്യൂട്ടേഷൻ, റൈറ്റ് മോസ്റ്റ് കിടക്കുന്ന പെർമ്യൂട്ടേഷനകത്തിൽ ആദ്യം നമുക്ക് 1ൻ്റെ ഇമേജാണ് വേണ്ടത്. അപ്പോൾ 1ൻ്റെ താഴെ 3 കിടക്കുന്നു. ഇനി 3 എടുത്ത് 3യുടെ ഇമേജ് ഇടത് കിടക്കുന്ന പെർമ്യൂട്ടേഷനിൽ നോക്കണം. 3യുടെ താഴെ എന്താ 4. ഓക്കെ, അപ്പോൾ ഇതേപോലെ 2 1 വലത് സൈഡിൽ 2 1ലേക്ക്, ഇടത് സൈഡിൽ 1 3ലേക്ക്, അങ്ങനെ ഓരോന്നും എഴുതുക. ഇതേപോലെ സിഗ്മ ക്യൂബ് കണ്ടുപിടിക്കാൻ സിഗ്മ സ്ക്വയർ ഇൻറ്റു സിഗ്മ ചെയ്യണം. സിഗ്മ റേസ് ടു 4 കണ്ടുപിടിക്കാൻ സിഗ്മ ക്യൂബ് ഇൻറ്റു സിഗ്മ ചെയ്യണം. സിഗ്മ റേസ് ടു 5 കണ്ടുപിടിക്കാൻ സിഗ്മ റേസ് ടു 4 ഇൻറ്റു സിഗ്മ കണ്ടുപിടിക്കണം. സിഗ്മ റേസ് ടു 6 കണ്ടുപിടിക്കാൻ സിഗ്മ റേസ് ടു 5 ഇൻറ്റു സിഗ്മ കണ്ടുപിടിക്കണം. ടോ സ്ക്വയർ കണ്ടുപിടിക്കാൻ ടോ ഇൻറ്റു ടോ ചെയ്യണം. ടോ റേസ് ടു 4 കണ്ടുപിടിക്കാൻ ടോ സ്ക്വയർ ഇൻറ്റു ടോ സ്ക്വയർ ചെയ്യണം. അപ്പം ടോ സ്ക്വയറിൻ്റെ ഓർഡറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടോ സ്ക്വയറിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ടോ റേസ് ടു 4 ചെയ്തപ്പോൾ നോക്കൂ, ഐഡൻറ്റിറ്റി പെർമ്യൂട്ടേഷൻ എല്ലാത്തിനെയും അതിലേക്ക് തന്നെ മാപ്പ് ചെയ്തിരിക്കുന്ന പെർമ്യൂട്ടേഷനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ടോ സ്ക്വയറിൻ്റെ പവർ 2 എടുത്തപ്പോൾ എന്ത് കിട്ടി? ഐഡൻറ്റിറ്റി കിട്ടി. അപ്പം ഓർഡർ ഓഫ് ടോ സ്ക്വയർ എന്താ? 2 ആണ്. ഇനി സിഗ്മയുടെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണം. സിഗ്മയുടെ ഓർഡർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സിഗ്മ ഓർഡർ സിഗ്മ നമ്മൾ എന്തിനാണ് ഓർഡർ സിഗ്മ 6 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം സിഗ്മ 6 പ്രാവശ്യം പവർ എടുത്തപ്പം അത് അവിടെ നമ്മൾ നോക്കിയത്. സിഗ്മ 6 പ്രാവശ്യം പവർ എടുത്തപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടി. അതിൻ്റെ അർത്ഥം അതിൻ്റെ പവർ ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അത് ഐഡൻറ്റിറ്റി ആണ് ഏറ്റവും ചെറിയ പവർ അല്ലേ. അപ്പോൾ സിഗ്മയുടെ ഓർഡർ എത്രയാണ്? 6 ആണ്. അപ്പോൾ സിഗ്മ റേസ് ടു 100 നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ഈ 6 വെച്ചിട്ട് 100നെ ഡിവൈഡ് ചെയ്യുക. നമുക്ക് കോഷ്യൻ്റ് 16ഉം റിമൈൻഡർ 4ഉം കിട്ടും. 6 ഇൻറ്റു 16 പ്ലസ് 4. അപ്പോൾ സിഗ്മ റേസ് ടു 6 ഹോൾ റേസ് ടു 16 ഇൻറ്റു സിഗ്മ റേസ് ടു 4. ഐ റേസ് ടു 16 ഇൻറ്റു സിഗ്മ റേസ് ടു 4. അപ്പോൾ സിഗ്മ റേസ് ടു 4 ആണ് നമുക്ക് ആൻസർ. അടുത്തത് മ്യൂ സ്ക്വയർ. മ്യൂ ഇൻറ്റു മ്യൂ ചെയ്യുക. അത് ചെയ്തപ്പോൾ ഐഡൻറ്റിറ്റി കിട്ടി. ഇപ്പം മ്യൂവിൻ്റെ ഓർഡർ 2 ആണ്. മ്യൂ റേസ് ടു 100 എങ്ങനെ കണ്ടുപിടിക്കും? മ്യൂ സ്ക്വയർ ഇൻ ദ ഹോൾ റേസ് 50. ഐ റേസ് ടു 50 ഈക്വൽ ടു ഐ കിട്ടും. അപ്പോൾ മ്യൂ റേസ് ടു, അപ്പോൾ ഇങ്ങനെയാണ് ഈ ഹയർ പവേഴ്സ് കണ്ടുപിടിക്കേണ്ടത്. ഇനി കൊസറ്റിനകത്തു നിന്നുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ്. ഫൈൻഡ് ഓൾ കൊസറ്റ്സ് ഓഫ് ദി സബ് ഗ്രൂപ്പ് 4Z ഓഫ് Z. അപ്പോൾ 4Zൻ്റെ കൊസറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? A+H ഫോമിലല്ലേ വരുന്നത്. അഡിഷനാണ് ഇവിടുത്തെ ഓപ്പറേഷൻ. അപ്പോൾ A+H. മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ A ഇൻറ്റു H എന്നാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സെറ്റിനകത്തിൽ ഓരോ എലമെൻറ്റ്സ് എടുക്കുക. 0 + 4Z, 1 + 4Z, 2 + 4Z, 3 + 4Z, 4 + 4Z എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടും? പിന്നെയും 4Z തന്നെ കിട്ടും. കാരണം 4 4Zനകത്തിലുണ്ട്. ആ 4നെ 4Z അങ്ങ് ഉൾക്കൊള്ളും. എന്ന് വെച്ചാൽ അതിൽ തന്നെയുള്ള എലമെൻറ്റ് നമ്മൾ അതിനോട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ക്ലോഷർ പ്രോപ്പർട്ടി വെച്ചിട്ട് ഗ്രൂപ്പിന് വ്യത്യാസം വരത്തില്ലല്ലോ. അപ്പോൾ 4 + 4Z 4Z തന്നെയാണ്. ഫൈൻഡ് ഓൾ കൊസറ്റ്സ് ഓഫ് ദി സബ് ഗ്രൂപ്പ് 4Z ഓഫ് 2Z. അടുത്തത് അതാണ്. 0 + 4Z നമ്മൾ കണ്ടുപിടിച്ചു. 2 + 4Z കണ്ടുപിടിക്കുന്നു. ഫൈൻഡ് ഓൾ 0+, അതായത് 2. ഇതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? 2Zൻ്റെ സബ് ഗ്രൂപ്പാണ് 4Z. അപ്പം 2Zലെ എലമെൻറ്റ്സ് എടുത്ത് വേണം ആഡ് ചെയ്യാൻ. 2Zനകത്ത് 0 ഉണ്ട്, 2 ഉണ്ട്, 4 6 അങ്ങനെയല്ലേ പോകുന്നത്. അപ്പം 0 + 4Z ചെയ്താൽ നിങ്ങൾക്ക് 4Z കിട്ടും. 2 + 4Z ചെയ്താൽ വേറൊരു സെറ്റ് കിട്ടും. 4 + 4Z ചെയ്താൽ വീണ്ടും 4Z. 6 + 4Z ചെയ്ത് കഴിഞ്ഞാൽ 2 + 4Z തന്നെ കിട്ടും. ഇങ്ങനെ ആൾട്ടർനേറ്റായിട്ട് വരും. അപ്പം നമുക്ക് മൊത്തത്തിൽ ഇത് രണ്ടേ കിട്ടത്തുള്ളൂ. നെഗറ്റീവ് ഇപ്പം -2 + 4Z എടുത്താലും -4 + 4Z എടുത്താലും ഇതേപോലെ തന്നെയാണ് വരാൻ പോകുന്നത്. അപ്പം നമുക്ക് 2 കൊസറ്റുകളെ കിട്ടുന്നുള്ളൂ, 4Zഉം 2 + 4Zഉം. ഫൈൻഡ് ഓൾ കൊസറ്റ്സ് ഓഫ് ദി സബ് ഗ്രൂപ്പ് സൈക്ലിക് ഗ്രൂപ്പ് ജനറേറ്റഡ് ബൈ 2 ഓഫ് Z12. Z12 എഴുതുക. 2ൻ്റെ ഗ്രൂപ്പ് 2ൻ്റെ അടുത്ത പവർ 4, അടുത്ത പവർ ഇത് Z12 അല്ലേ. അപ്പോൾ അഡിഷൻ മോഡിൽ 12 ആണല്ലോ അവിടുത്തെ ഓപ്പറേഷൻ. അപ്പോൾ 2 എടുക്കുക. 2 + 2 4, 4 + 2 6, 6 + 2 8, 8 + 2 10, 10 + 2 12, അത് 0 ആണ്.
ഓക്കെ, അപ്പോൾ അതിൻ്റെ കൊസെറ്റ്സ് എടുക്കുന്നു. എന്ത് കിട്ടും നമുക്ക്? 0+2, 1+2, 2+2, 3+2, 4+2 എക്സെട്ര. ഓക്കെ, അപ്പോൾ ഇത്രയും പിന്നെ ഇതേപോലെ തന്നെ ബാക്കി എഴുതാൻ പറ്റും. ഇത്രയാണ് കൊസെറ്റ്സ്. താഴെ എല്ലാ എലമെൻറ്റ്സും ഇതേപോലെ 5+, 11 വരെ ആഡ് ചെയ്ത് എഴുതുക. 11+2 വരെ ഉള്ളത് ആഡ് ചെയ്ത് നോക്കുക. നോക്കിയിട്ട് ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് ആ പ്രോബ്ലം.